കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ സ്ഥിരം സന്ദർശിക്കുന്ന ഒരു സ്ഥലത്തേക്കുള്ള യാത്രയാണ് കേട്ടോ ഇത്. രാത്രി 11:45 ആലപ്പുഴയിൽ നിന്നായിരുന്നു ഈ ട്രെയിൻ ഉണ്ടായിരുന്നത്. പൊതുവേ ട്രെയിനിൽ സ്ഥലം കൂടുതലാണെങ്കിലും നമ്മൾ പോയ ദിവസം അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളിപ്പോൾ കാണുന്നത് എന്താണെന്നറിയോ? പാട്ട് പാടുന്നതാണ്. ആരും കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മ്യൂട്ട് ചെയ്താണ് ആ പാട്ട് പാടുന്നത്. ഞങ്ങൾ കോഴിക്കോടെത്തി. സൽമാൻ ഇവിടെ ഇല്ല. നമുക്ക് ട്രെയിനിലുണ്ടായിരുന്നു. നമ്മൾ ഇടയ്ക്ക് ഉടനെ കണ്ടില്ല. പിന്നെ വന്നോളും എന്നുള്ള പ്രതീക്ഷ നമ്മളിങ്ങനെ പോവാണ്. അവനിക്കറിയാവുന്ന ആളാണ്. അതെ അതെ അതെ. 4:45 നമ്മൾ കോഴിക്കോട് എത്തിയിരിക്കുന്നു. രാവിലത്തെ നടത്തവും കൂടെ ആയിക്കോട്ടെ നേരം നമ്മളെല്ലാം നല്ല വെച്ച് പിടിച്ചാട്ടോ നടന്നേ. ഗായ്സ് 5:57 ആയിട്ടുള്ളൂ. നമ്മൾ ഇവിടെ ബിസ്ക്കറ്റ് നിൽക്കുകയാണ്. ഈ രാത്രി യാത്ര ആയതുകൊണ്ട് നമ്മുടെ ഉറക്കമൊന്നും അത്ര ശരിയായില്ല. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ കാണുന്നുണ്ടല്ലോ, ആ രാവിലെ ഒരു 5 മണി 5:15 ആകുമ്പോൾ നമ്മൾ ആ പള്ളിയുടെ അകത്തോട്ട് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ വന്ന കഷ്ടപ്പാട് വെറുതെ ആവില്ലെന്ന് തോന്നുന്നതാണ് ആ രാവിലത്തെ കാഴ്ച. ഇതേത് പള്ളിയാണെന്നും എവിടെയാണെന്നും മനസ്സിലായവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയി അവിടെ റൂം എടുത്ത് കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് പിന്നെ പള്ളിയിലേക്ക് വന്നത്. അവിടെ പിന്നെ കൂടുതൽ വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നീട് നമ്മളുള്ളത് തിരിച്ചു പോകുമ്പോൾ ഉള്ളതാട്ടോ. നമ്മൾ അവിടുന്ന് ഒരു 11 മണിയോടുകൂടി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. നല്ല വെയിലുള്ള സമയമായിരുന്നു. ബസ് കാത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന കേട്ടോ. ബസ് കയറി നമ്മൾ നേരെ പോയത് മിഠായി തെരുവിലേക്കാട്ടോ. കോഴിക്കോടിൽ എന്തായാലും മിഠായി തെരുവ് അറിയാത്ത ആരും ഉണ്ടാവില്ല. അവിടുന്ന് നടന്ന് നമ്മൾ നേരെ ചെന്നത് ഫുഡ് കഴിക്കാനാണ്. ഇത് ഏത് ഹോട്ടലാണെന്നറിയോ? ഹോട്ടൽ റഹ്മത്ത്. ഇവിടുത്തെ ബിരിയാണി അതൊരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ. നമ്മൾ ചെന്ന് കുറച്ച് വെയിറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് സീറ്റ് കിട്ടിയത്. കാരണം അത്രയും തിരക്കാണ് അവിടെ. വിശന്നിരിക്കുമ്പോൾ ഇതൊക്കെ കണ്ടാൽ എന്താ അവസ്ഥ റബ്ബേ. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് സീറ്റ് കിട്ടി എല്ലാവരും ഇരുന്നെങ്കിലും എല്ലാവർക്കും നല്ല വിശപ്പും ഉണ്ടായിരുന്നു. വെയിലത്ത് വന്നതിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയൊക്കെയാണ് നമ്മൾ അവിടുന്ന് വാങ്ങിയത്. നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് അധികം സമയം വന്നില്ല നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ട്. പിന്നീട് നമ്മൾ അവിടുന്ന് ബില്ലൊക്കെ കൊടുത്ത് നേരെ ഇറങ്ങി. ഇപ്പം നമ്മൾ പോണത് കല്ലായിലേക്കാണ്. പോണത് നമ്മൾ മിഠായി തെരുവ് വഴിയാണ്. ഇങ്ങോട്ട് വന്നപ്പോൾ വെയിൽ കാരണം നമുക്കെല്ലാം ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും തിരിച്ച് അതുവഴി പോയതുകൊണ്ട് അത്യാവശ്യം കാണാൻ പറ്റി. ഉച്ച നേരമായിട്ട് പോലും അവിടെ തിരക്കിനൊരു കുറവും ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഉറങ്ങാത്തതിൻ്റെ ചെറിയൊരു പ്രശ്നം കാണാനുണ്ട്. കണ്ടില്ലേ കാണിക്കുന്നതൊക്കെ. പ്രായം മാത്രമേ ആയിട്ടുള്ളൂ. ഇപ്പോഴും പിള്ള മനസ്സാണ്. പിള്ള മനസ്സിൽ കള്ളം ആ പ്രായമായിട്ടില്ലെന്നാണ് ഇപ്പോഴും പറയുന്നത്. മെയിൻ ഡയലോഗ് പറയാം എന്താ? യുവത്വത്തിൻ്റെ പ്രതീകവും. അതെ 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 അതെ. ആരുടെ കൂടെ ഇരിക്കും? സൽമാൻ്റെ കൂടെ അല്ലേ? ആണോ അപ്പാ? എങ്ങനെ പിടിച്ചിരിക്കണോന്നാ? ഗായ്സ് കണ്ടില്ലേ സൽമാനും കരിക്കും എങ്ങനെയുണ്ട്? നമ്മൾ എന്തിനു വന്നതാ? നമ്മള് ഷെയ്ക്കിൽ കൂടുതൽ പാലായിരുന്നു. ജ്യൂസ് ആണെങ്കിൽ കൂടുതൽ കരിക്കായിരുന്നു. എങ്ങനെയുണ്ട് ഇപ്പം ജ്യൂസ്? എങ്ങനെയുണ്ടായിരുന്നു? നമ്മളങ്ങനെ കുടിച്ചിട്ട് പോവുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നടാ ജ്യൂസ്? എങ്ങനെ ഉണ്ടായിരുന്നു? ട്രെയിനും ബസ്സും ഓട്ടോയും എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് നടക്കാമെന്ന് കരുതി. ഇവിടെ അടുത്താണ് കേട്ടോ. ഞങ്ങൾ കല്ലായ വീട്ടിൽ കയറി. ഇവിടെ പുതിയ പുതിയ ചെടികളൊക്കെ വന്നു. എല്ലാം എടുക്കണമല്ലേ? അന്ന് കയറി നമ്മളെല്ലാവരെയും കണ്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് എൻ്റെ കണ്ടത് ഇവിടേക്ക് പോയത്. പുസ്തകങ്ങൾ ഇരിക്കുന്ന കണ്ടാൽ പിന്നെ ഞാൻ വിടില്ലല്ലോ. പുസ്തകങ്ങൾ മാത്രമല്ല കേട്ടോ, കാണാൻ ഒത്തിരി ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ എവിടെയാന്ന് പറ? വീക്കെൻഡ് അല്ലാന്നിട്ട് കൂടി ബീച്ചിൽ നല്ല തിരക്കായിരുന്നു. അവിടെ വന്നു കഴിഞ്ഞാൽ ഉപ്പിലിട്ട് എന്തെങ്കിലും കഴിക്കണമല്ലോ. അതങ്ങനെയാണല്ലോ. നോക്കിയപ്പോൾ ഇഷ്ടംപോലെ ഇരിക്കുന്നത്. എന്താ ഇപ്പോൾ എടുക്കുക? കൺഫ്യൂഷനായി. അതെല്ലാം കഴിഞ്ഞപ്പോഴും ഇതെല്ലാവരും നോക്കി നിൽക്കണുണ്ട്.
എന്താ സംഭവം നോക്കിയിട്ടൊന്നും മനസ്സിലാവുന്നില്ല. വേണ്ട ഇതെന്താണെന്ന് അറിയുന്നവർ ഒന്ന് കമൻറ്റിൽ പറയണേ. പറക്കോ? എങ്ങോട്ടേക്കാ പോവാ? ഇങ്ങോട്ടൊക്കെ എന്താ കഴിക്കണ? എന്താ കൊള്ളാവോ? പിന്നെ നമ്മളൊരു പുസ്തകവും വാങ്ങി കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞിട്ട് നേരെ അടുത്ത ട്രെയിനിൽ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വന്നു കേട്ടോ.